ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഒരു ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. അത് നന്നായി ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് സവാള ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കുക. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഞാൻ തയ്യാറാക്കുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആണ്. നിങ്ങൾക്ക് ചിക്കൻ ഇല്ലാതെ വെജ് മാത്രമായിട്ടാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. സവാള വാടി വന്നാൽ അതിലേക്ക് കുരുമുളക് പൊടിയും പിന്നെ കറി മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ചെറുതായി നുറുക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഒരു പകുതി വേവാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കൻ പകുതി വെന്ത് വന്നാൽ അതിലേക്ക് ക്യാരറ്റും പിന്നെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞതിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇതൊക്കെ വേവിച്ചെടുക്കുന്നത് 2ാം പാലിലാണ്. 2ാം പാലും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ കറിക്ക് ഒരുപാട് മസാലകളുടെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ വെന്ത് വന്ന ഈ മിക്സിലേക്ക് കുറുകിയ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി മൂടി വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡിയായി.